ഇപ്പം എന്താ പറയാ നമ്മളിപ്പോ ഹാർമോണിയം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ടഫായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് കൂട്ടുന്നത്. എല്ലാം ടഫാണ്. പക്ഷെ നമ്മളൊക്കെ പഠിക്കുമ്പോഴേക്കും ഇപ്പം എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോ ഫസ്റ്റ് നമ്മൾ ഒന്നല്ലെങ്കിൽ ഗിറ്റാർ അല്ലെങ്കിൽ ഇപ്പോ പിയാനോ അങ്ങനെ എന്തെങ്കിലും കീബോർഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ തോന്നുള്ളൂ. എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്തത്? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മച്ചന്റെ ഒരു ഹാർമോണിയം വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിലോട്ട് അതിന്റെ ടോൺ ഡിഫറെന്റ് ആണെന്ന് തോന്നി. ആളുകള് ഇതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ഇപ്പൊ കുട്ടികൾക്ക് പാരന്റ്സ് പറഞ്ഞു കൊടുക്കാൻ അവരെങ്ങനെ വേഗം സ്റ്റേജിൽ പെർഫോം ചെയ്ത് ഷൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു തോട്ടിൽ പഠിക്കുന്നതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെ പെർഫോം വയലിനിലോട്ട് മാത്രം പോകുന്നു. ഇതങ്ങനെ അതില് അങ്ങനെ കയറി പോകാൻ പറ്റില്ല എന്നുള്ള ഫീൽ കൊണ്ട് തോന്നൽ കൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് അങ്ങനെ എന്നെ ആരും അങ്ങനെ പുഷ് ചെയ്തില്ല. എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും എത്തിപ്പെടണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഹാർമോണിയത്തിനെ അറിയാൻ ശ്രമിച്ചു. അപ്പൊ അതിന്റെ ടോൺ ഡിഫറെന്റ് ആണ്. അതിനെയും സോളോ പെർഫോമൻസിലോട്ട് ഇറക്കാം. അങ്ങനെ വന്നപ്പോ ഹാർമോണിയം എനിക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ കീബോർഡാ സത്യം പറഞ്ഞാൽ ഞാനും പഠിച്ച കീബോർഡാ. ഇപ്പൊ കുഞ്ഞിലെ ഇപ്പൊ ഹാർമോണിയം ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴേക്കും ഈ ടഫ് ആണെന്നുള്ള രീതിയിൽ അത് വിട്ട് കളയാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇല്ല, എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലില്ല. കാരണം ഇവിടെ ശീലിച്ചോണ്ടാണ്. വീട്ടിലാരെങ്കിലും ഒക്കെ ഇങ്ങനെ പഠിച്ചിട്ടോ അത്യാവശ്യമൊക്കെ ഹാർമോണിയം കുറച്ച് മീൻസ് അച്ഛന് പാടാൻ വേണ്ടിയിട്ടുള്ള ഹാർമോണിയം അറിയാം, കമ്പോസേഴ്സിന് യൂസ് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ കണ്ട് ശീലായി. പിന്നെ പ്രകാശ് ഉള്ളേരി എന്ന് പറയുന്ന ഒരു സാറുണ്ട്, ലെജൻഡ്. ആളുടെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. പിന്നെ എല്ലാവരുടെയും വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ ഹാർമോണിയത്തിലൂടെ ഇഷ്ടം കയറി വന്നതാണ്. ഇപ്പൊ നമ്മുടെ രാജാ സാറാണെങ്കിലും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അദ്ദേഹം യൂസ് ചെയ്യുന്നത് ഹാർമോണിയാണ് എപ്പോഴും. എന്താ പറയാ, ഇപ്പൊ വിദ്യാജി ആണെങ്കിലും കമ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഹാർമോണിയാണ്. പുതിയ എന്തെങ്കിലും കമ്പോസിഷൻസ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്? പിന്നെ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്ന ആളുകളുടെ ഒക്കെ പിന്നിൽ ഹാർമോണിയം ഉണ്ട്. അവര് ഇത് ചിലർ മാത്രമാണ് ഗിറ്റാർസ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും അധികവും ഹാർമോണിയം. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും പുതിയ ന്യൂ ആയിട്ടുള്ള അനിരുദ്ധ ചേട്ടൻ വരെ ഹാർമോണിയം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ആൾക്കും ഹാർമോണിയത്തിനോട് ഒരു പ്രിയുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ പോവാണ്. വാടാ വാടാ പയ്യേട്ടോ. ഇനി എനിക്ക് ആ ഇല്ലുമിനാറ്റിയും കൂടെ ഒന്ന് കേൾക്കാം. ഇതൊന്നും പ്രതീക്ഷിക്കണില്ല ആരും. ഈ നമ്മൾ ഈ ഓരോ സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പല എക്സ്പീരിയൻസ് ആണല്ലോ. നിനക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് പെർഫോമൻസ് ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ MG സാറോടൊപ്പമുള്ള സ്റ്റേജ് പെർഫോമൻസ് ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവരെയൊക്കെ നമ്മള് TV മാത്രം കാണുന്നു. നമ്മളൊരു പെട്ടെന്നാണ് നമ്മുടെ വളർച്ച. പെട്ടെന്ന് അങ്ങനെ മീൻസ് പ്രോഗ്രാമുകൾക്ക് അത്യാവശ്യം ആളുകളുടെ ഒപ്പൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ TV ഷോസിലോട്ടും അല്ലെങ്കിൽ പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഒപ്പൊക്കെ അക്കമ്പനി ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ പെട്ടെന്ന് അവരെ കാണുക, അവരെ പെട്ടെന്ന് കണ്ടുമുട്ടുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുക, അവർ സാധാരണ മനുഷ്യരല്ലേ എന്നൊക്കെ ഉള്ളൊരു തോന്നും. നമ്മൾ വളരെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്ത് വീടുണ്ട്. അപ്പോൾ പാലക്കാടാണെങ്കിൽ പാലക്കാടിന്റെ ഏതെങ്കിലും അറ്റത്തായിരിക്കും പ്രോഗ്രാം, അതല്ലാണ്ട് വേറെ നാട്ടിലോട്ടൊന്നും സഞ്ചരിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. അപ്പൊ MG സാറിന്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ പടകാളി ഷെയർ ചെയ്ത് വെച്ച് ഞങ്ങൾ രണ്ടുപേരും മാറി അപ്പൊ ആള് നിന്ന് പാടുന്ന പവർ, അതൊരു വേറൊരു കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സന്തോഷം. അത് ഭയങ്കര നമ്മളിപ്പോ MG സാർ നമുക്കൊരു കുറെ പ്രാവശ്യം നമ്മളിങ്ങനെ മനസ്സിനോടൊന്ന് ചോദിക്കും,
അത് നമ്മളിപ്പോ അവിടെയാണ് നിന്ന് പാടുന്നത്, അദ്ദേഹത്തിന്റെ ഒപ്പമാണ് പാടുന്നത്. അതിങ്ങനെ ഭയങ്കര രസം. ഒരുപാട് പഠിക്കാനുണ്ടാവും അയ്യോ എല്ലായിടത്തും. അതിപ്പോ പ്ലേ ബാക്ക് സിംഗേഴ്സ് എന്നല്ല, ഇപ്പൊ വൈറലായ ആളുടെന്നല്ല, ചിലപ്പോ വീടിന്റെ തൊട്ടപ്പുറത്ത് ചേണ്ടായി എന്നായിരിക്കും. ഒരുപാട് പഠിക്കണ്ടാവും. നമ്മളിപ്പോ പ്രതീക്ഷിക്കാതെ, എന്റെ പടകാളി വായിച്ചതിന് ഒരു തെറ്റ് കണ്ടുപിടിച്ചത് എന്റെ ചെറിയച്ഛനാ. അദ്ദേഹം മ്യൂസിക്കായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല, പാട്ട് പാടുന്നല്ലാണ്ട് പുള്ളിയാണത് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. എന്നിട്ട് ഞാൻ തിരുത്തി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളാ പറയാ. ഈ വീഡിയോ കണ്ടിട്ട് തന്നെയല്ലേ, വീഡിയോ കണ്ടിട്ട് എന്താ പറയാ വീട്ടുകാരുടെ ഒക്കെ പ്രതികരണം എന്തായിരുന്നു? വീട്ടുകാർ ഭയങ്കര ഹാപ്പി ഇല്ല, അവര് കണ്ട് ശീലിച്ചിട്ടുണ്ടാവും. പക്ഷെ സാറ് ഷെയർ ചെയ്തപ്പോ AR റഹ്മാൻ സാറ് ഷെയർ ചെയ്യുമ്പോഴേക്കും അത്രയും വലിയൊരു നമുക്ക് വീട്ടിലുള്ള ആൾക്കാർക്ക് അങ്ങനെ കണ്ട് ശീലിച്ചേക്കണോണ്ട് അത്ര ഇതുണ്ടാവില്ല, കണ്ട് ശീലിച്ചേക്കണോണ്ട്. പക്ഷെ പുറത്തെ ആളുകൾക്ക് കേൾക്കുമ്പോഴ ഇത്ര വെറൈറ്റി ആയിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്കൊന്നും സത്യം പറഞ്ഞ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഇതിന്റെ ഒരു ലെവല്. അവരിപ്പോഴൊരു അവർക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്ങനെയാണ്. മീൻസ് ഇത് അവിടെ എത്തിയല്ലേ, അതൊക്കെ അവർക്കൊരു ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞു, അയ്യോ നീ അദ്ദേഹത്തിന്റെ ഒപ്പം വായിച്ചല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കത് കുറച്ചേരം കഴിഞ്ഞിട്ടേ കത്തുള്ളൂ. കാരണം ഇതൊന്നും അവർക്ക് സാധാരണയായിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല, അവർക്ക് മനസ്സിലാക്കാൻ തന്നെ കുറെ ദിവസം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഹരീഷേട്ടന്റെ ഒപ്പം ഒക്കെ പെർഫോം ചെയ്യുമ്പോഴേക്കും എന്താ പറയാ ആള് ഒരുപാട് ഇംപ്രവൈസ് ചെയ്ത് പാടുന്ന ഒരാളാണ്. അപ്പൊ ആളുടെ കൂടെ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്? അത് എനിക്ക് മുമ്പേ ഞാൻ ഉറപ്പിച്ചിട്ടാ പോയത്. എനിക്ക് ഞാൻ ഉറപ്പിച്ചത് പണി കിട്ടും ഉറപ്പാ. പക്ഷെ ചിലവരുണ്ട് കേട്ടോ, അത് പണി തരാൻ വേണ്ടി തന്നെ പോകുന്നവര്. ഹരീഷേട്ടൻ അങ്ങനെയല്ല. ഹരീഷേട്ടൻ നമ്മുടെ ഒരു കംഫർട്ട് നോക്കിയേ പുള്ളി പാടുള്ളൂ. പുള്ളി എത്ര പാടിയും നമുക്ക് ഓക്കെ, നമുക്ക് കംഫർട്ട് ആയിരിക്കും. നമുക്ക് പുള്ളി പേടിപ്പിക്കൂല. ചിലവരുണ്ട് വന്ന ഉടനെ ക്ലാസിക്കൽ കുറെ അവർക്ക് അവരുടെ അറിവുകള് നമ്മളിലേക്ക് അത് നല്ല രീതിക്കല്ല പകർന്നു തരാം, നമ്മളെ പേടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ സംഭവമാണെന്നുള്ള ഒരു ഡൊമിനൻസ് ഇല്ലേ, ആ ഡൊമിനൻസ് ആണ് ഏറ്റവും ഈ കലാകാരന്മാരുടെ ഏറ്റവും വലിയ ശാപത. ഒരുപാട് പേര് മ്യൂസിക് തന്നെ നിർത്തി പോകാൻ കാരണം ഈ ഡൊമിനൻസാ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അപ്പുറത്തെ ഒരു പയ്യൻ ഹാർമോണിയം വായിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ സപ്പോർട്ട് ചെയ്യണം, അവൻ എങ്ങനെയാണ് അതിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റാന്ന് നോക്കേണ്ടത് അല്ലേ. അതേസമയം ഞാൻ ഭയങ്കര ഡൊമിനേറ്റ്. അതാണ് മോസ്റ്റ് ഓഫ് ദ മ്യൂസീഷ്യൻസിനുള്ള ഒരു വിഷയവും കുറെ പേര് ഉയർന്നു വരാത്തിന്റെ പ്രശ്നം. ഇപ്പോ എന്താ പറയാ ശരൺ പാടൂ ചെറുതായിട്ട് മൂള് ആ പാട്ടെടുത്തിട്ടാ പാടില്ല. താമസമെന്തേ വരുവാൻ പ്രാണസഖി നിന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുൻപിൽ, താമസമെന്തേ ഞാൻ പ്രേമമായി എന്റെ കണ്ണിൽ. വെള്ളിപ്പാട്ടായിരിക്കും. കുഴപ്പമില്ലടാ, ഞാൻ പറഞ്ഞിട്ടേ. ഇപ്പൊ നിന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും മ്യൂസിഷ്യൻസ്? അച്ഛൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പിന്നെ എല്ലാ മോസ്റ്റ് ഓഫ് ദി മ്യൂസീഷ്യൻസും ഞാൻ ഇൻസ്പയർഡ് ആണ്. എല്ലാവരുടെയും ഞാൻ എല്ലാ ക്വാളിറ്റീസും എടുക്കാറുണ്ട്, എല്ലാ നല്ലതും.